Yeah. ദുബായിൽ ഔട്ട്ഡോർ സ്കൈ ഡൈവിംഗ് ഉണ്ട്. ഇതാണ് ഇൻഡോർ സ്കൈ ഡൈവിംഗ്. പിന്നെ ഐക്യ വേൾഡിൽ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഇവിടെ ഇറങ്ങും. ഇവിടെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വാഷ്റൂമിൽ പോവാം. ഞാനൊരു മീറ്റിംഗ് പോയിന്റ് കാണിച്ചു തരാം. നമുക്കൊരു 10 to 15 മിനിറ്റ്സിൽ നമുക്ക് ഇവിടെ ഇറങ്ങാം. അക്കോർഡിയൻ നമ്മുടെ സീ വേൾഡിന്റെ ഉള്ളിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി നമുക്ക് കാണാം. പക്ഷെ നമ്മൾ മിനിമം ഒരു 6 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. പിന്നെ ഇതാണ് അതിന്റെ ഒഫീഷ്യൽ എൻട്രൻസ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കി പണിത് പ്രസിഡൻഷ്യൽ പാലസിന്റെ വൺ ഓഫ് ദി ലക്ഷറിയസ് പാലസ് ഇൻ ദ വേൾഡ്. അതിന്റെ മെയിൻ എൻട്രൻസ് ആണത്. നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. നരേന്ദ്രമോദിജി സാറ് അദ്ദേഹത്തിനെ വെൽക്കം ചെയ്ത് കൊണ്ടുപോകുന്ന കുതിരകളും മെഴ്സിഡീസ് ബെൻസുകളും കൊടികളൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന അതിന്റെ ആ വീഡിയോ കാണുന്നത് ഇവിടെയാണ്. ഇനി റൈറ്റ് സൈഡിൽ കാണുന്ന 3 ബിൽഡിംഗ് ആണ്. 4 ബിൽഡിംഗ് കാണാൻ പറ്റും. ഒന്ന് ഹോട്ടലാണ്, 2ഉം 3ഉം റെസിഡൻഷ്യൽ പ്ലോട്ടുകളാണ്, റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളാണ്. ഒരെണ്ണം ഓഫീസ് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ്. അല്ലല്ല, അതെത്തിയിട്ടില്ല. അതിനിയും നമ്മൾ ബ്ലൂ കളറിൽ കാണുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഓക്കെ, ഇത് നേരെ ബാബുൽ കസർ ഹോട്ടലാണ്. കോപ്പർ കളറിൽ ചെയ്തേക്കുന്ന. കുറച്ച് നേരം എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ വിട്ടുപോകും. ഓക്കെ, ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ബാബുൽ കസർ ഹോട്ടല്. ഇതിന്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബ് എന്ന് വെച്ചാൽ ഡോറ്, കസർ എന്ന് വെച്ചാൽ പാലസ്. അതിന്റെ ഓപ്പോസിറ്റ് കാണുന്നത് എന്താണ്? പാലസ് അല്ലേ? പാലസ് ഓഫ് ദി ഡോർ ഓഫ് ദി പാലസ്. അത് കഴിഞ്ഞ് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടല് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ബിൽഡിംഗ്. ഈ ബിൽഡിംഗിൽ നിന്നാണ് ഏറ്റവും 72nd ഫ്ലോറിൽ നിന്ന് വിൻ ഡീസൽ കാറ് ജമ്പ് ചെയ്ത് ഫസ്റ്റ് ബിൽഡിംഗ് ടു സെക്കൻഡ് ബിൽഡിംഗ് ടു തേർഡ് ബിൽഡിംഗ് ടു ഇൻ ഹിയർ. ഇവിടെ ദുബായിൽ ഔട്ട്ഡോർ സ്കൈ ഡൈവിംഗ് ഉണ്ട്. ഇതാണ് ഇൻഡോർ സ്കൈ ഡൈവിംഗ്. പിന്നെ ഐക്യ വേൾഡിൽ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വാഷ്റൂമിൽ പോവാം. ഞാനൊരു മീറ്റിംഗ് പോയിന്റ് കാണിച്ചു തരാം. നമുക്കൊരു 10 to 15 മിനിറ്റ്സിൽ നമുക്ക് ഇവിടെ ഇറങ്ങാം. അതേപോലെ ബുർജ് ഖലീഫക്ക് വേറെ ചെറിയൊരു സ്റ്റോറിയും കൂടി ഉണ്ട്. കാരണം ബുർജ് ഖലീഫയുടെ ശരിക്കുള്ള പേര് ബുർജ് ദുബായ് എന്നായിരുന്നു. അങ്ങനെ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന സമയത്ത് ഷെയ്ഖ് ഖലീഫ, അതായത് ഇവിടുത്തെ അബുദാബി, അവരെ സഹായിക്കുകയും അതിനോട് ഇൻസ്പയർഡ് ചെയ്ത എസ്പെഷ്യലി ടർക്കിയിൽ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് ഡിസൈൻസ് ഉള്ള മോസ്കുകളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നിൽക്കുന്നത് ഈ 2 ഐലൻഡിലാണ്. ഇനി നമ്മൾ അബുദാബി മെയിൻ ഐലൻഡിലോട്ട്, സിറ്റിയിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ ഈ 2 സൈഡിലും എക്സ്പ്ലോർ ചെയ്തോളൂ. ഇവിടെ റൈറ്റ് സൈഡില് ഷിപ്പ് യാർഡ് ഉണ്ട്, ക്രൂയിസ് പോർട്ട് ഉണ്ട്. ആ കാണുന്നത് ക്രൂയിസ് ആണ്. ക്രൂയിസ് പോർട്ട് കണ്ടോ, MSC എടുക്കുന്നതാണ്. ഇനി നമ്മള് അബുദാബി സിറ്റിയിലോട്ട് നമ്മളിപ്പോ കടന്നു. നമ്മൾ സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ് നമുക്കുള്ള റെസ്റ്റോറന്റ്.
മാരിടൈം നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം. അത് കഴിഞ്ഞ് അതിന്റെ തൊട്ട് ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് കാണാം. ഇതാണ് അറേബ്യൻ പേർഷ്യൻ ഗൾഫ് സീ, കോസ്റ്റ് ലൈൻ സീയുടെ ഏരിയ ആണ് ഇതെല്ലാം. ഒരു ബിൽഡിംഗ് കണ്ടോ നിങ്ങള്? അതാണ് ലൂവർ മ്യൂസിയം, ലൂവ് മ്യൂസിയം. പാരീസിൽ ഇതിന്റെ ഓൾറെഡി ഒരെണ്ണം പഴയതുണ്ട്. കണ്ടോ ആ ഡോം, വലിയൊരു ഡോം ഇങ്ങനെ നിലത്ത് വെച്ചേക്കുന്നുണ്ടോ? യെസ്, അതെ. അത് പാർഷ്യലി പകുതി കടലിലും പകുതി കരയിലുമാണ് പണിത്. അതെന്നെ വലിയ ഡോം പോലെ കണ്ടോ? ഇതിപ്പോ നമ്മളൊരു വലിയ പാത്രം മൂടി വെച്ചേക്കുന്നുണ്ടോ? കണ്ടോ? അത് പകുതി കടലിലും പകുതി കരയിലുമാണ് ലൂവർ മ്യൂസിയം. കളിലുള്ളത് സാദിയാത്ത് ഐലൻഡിലാണ്. റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന അവിടുത്തെ ടൗൺ ഹൗസസുകളാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ മ്യൂസിയംസിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നതും മ്യൂസിയംസ് ഉള്ളതും ഈ സാദിയാത്ത് ഐലൻഡിലാണ്. നമ്മൾ യാസ് ഐലൻഡിൽ കണ്ട ഡിസൈൻ അല്ല ഇവിടുത്തെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന വീടുകൾക്ക് ഉണ്ടാവുക. ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. കടൽ ഈ ലെഫ്റ്റ് സൈഡിൽ ആ കാണുന്നത് കടലാ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കടല അറേബ്യൻ പേർഷ്യൻ ഗൾഫ് ആണ്. റൈറ്റ് സൈഡിൽ നമുക്കിനി കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ കടലിന്റെ മേലെ കൂടെ നമ്മൾ കയറും. ഈ വില്ല പ്രൊജക്ട് പണിത് കഴിഞ്ഞിട്ട് ഇവര് 8 സ്ക്വയർ കിലോമീറ്ററിൽ ഫോറസ്റ്റ് മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുക. ഫോറസ്റ്റ് മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഈ മരുഭൂമിയില് ഫോറസ്റ്റിന്റെ ഉള്ളില് ഒരു വീട്ടിൽ താമസിക്കാം. അതാണ് ഈ പ്രൊജക്ട്, ജുബൈൽ ഐലൻഡ് മാംഗ്രൂവ്സ് പ്രൊജക്ട്. ഇല്ല, അപ്പൊ അത് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതിനി പണിത് കഴിഞ്ഞ് ഇതിനി അവര് ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ഇതിപ്പോ ഓൾമോസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്തു. സെയിൽ ചെയ്യാം, നമുക്ക് പർച്ചേസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. നാച്ചുറൽ ആണ്, അത് നാച്ചുറൽ ആയിട്ടുള്ള കളറാണ്. അതിനി കുറെ അങ്ങോട്ട് പോകും തോറും യാസ് ഐലൻഡില്, സാദിയാത്ത് ഐലൻഡില്, ഫഹിദ് ഐലൻഡില്, ജുബൈൽ ഐലൻഡില് 2 കളേഴ്സ് ആണ് കടലിൽ. അറേബ്യൻ സീ ആണ്, അറേബ്യൻ പേർഷ്യൻ ഗൾഫ് സീ ആണ്, കോസ്റ്റ് ലൈൻ ഏരിയ ആണ്. നമ്മളിപ്പോ യാസ് ഐലൻഡിൽ അതൊക്കെ ഐലൻഡുകളാണ്. അവിടെ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ ഇപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ യാസ് ഐലൻഡിൽ ഇപ്പൊ നമ്മൾ അൽഫഹിദ് ഐലൻഡിലെത്തി. ഈ അൽഫഹിദ് ഐലൻഡ് ഒരു 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടെ മൊത്തം ടോട്ടലി ടൂറിസം ഡെസ്റ്റിനേഷൻസ് ആവാൻ പോകുന്ന ഒരു ഐലൻഡാണ്. അത് മുഴുവൻ ഐലൻഡ്സുകളാണ്. ആ റൈറ്റ് സൈഡിൽ കാണുന്ന മാംഗ്രൂവ്സുകളെല്ലാം ഐലൻഡുകളാണ്. നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ ബിൽഡിംഗ് കണ്ടോ? നമ്മൾ അവിടെ നിന്നാണ് വന്നത്. എക്കോറിയ നമ്മൾ സീ വേൾഡിന്റെ ഉള്ളിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി നമുക്ക് കാണാം. പക്ഷെ നമ്മൾ മിനിമം ഒരു 6 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. പിന്നെ അത് കാണുന്ന ബിൽഡിംഗ് ആണ് ഇവിടുത്തെ 5 തീം പാർക്കിലെ സ്റ്റാഫുകൾ താമസിക്കുന്ന അക്കോമഡേഷൻ. ഇവിടുത്തെ വില്ലകൾ ഓരോ ഐലൻഡിലും ഓരോ ടൈപ്പ് ഐക്കോണിക് വില്ലകളാണ്. നമ്മളിപ്പോ യാസ് ഐലൻഡിലാണ്. ഇനി യാസ് ഐലൻഡിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങാണ് അടുത്ത ഐലൻഡുകളിലോട്ട്. ഓരോ ഐലൻഡിലും നമ്മൾ അബുദാബിയിൽ എത്തുമ്പോ ഡിഫറെന്റ് ആണ്. ഇനി ദുബായിലെത്തുമ്പോ അബുദാബിയേ അല്ല, സൂപ്പർ വുമൺ അങ്ങനെ പറഞ്ഞ് വാർണർ ബ്രദേഴ്സ് പ്രൊഡക്ഷന്റെ എല്ലാ ഫിലിമിഡ്, തീമിഡ്, എല്ലാ ഐക്കോണിക് മാർക്കുകളെല്ലാം അതിന്റെ ഉള്ളിലുണ്ട്. 27 റൈഡ്സ് പ്ലസ് ഷോസ് ആണ് അതിന്റെ ഉള്ളിലുള്ളത്. ഏറ്റവും ലാർജസ്റ്റ് എക്കോറിയ ഉള്ളത് ഇതിന്റെ ഉള്ളിലാണ്. ഇത് വെരി ലേറ്റസ്റ്റ്ലി ഓപ്പൺ ചെയ്താണ്. സീ വേൾഡ് 2 എണ്ണം ഉണ്ട്. ഒന്ന് NYU ന്യൂയോർക്കിലുണ്ട്, രണ്ടാമത്തത് ഇവിടെയാണ്. ഇനി ലെഫ്റ്റ് സൈഡിലൊക്കെ നിങ്ങൾ കുറച്ച് വീഡിയോ. ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്റർ ആയിട്ടുള്ള ഫോർമുല റോസ, ആ റോളർ കോസ്റ്ററിൽ നിങ്ങൾ എത്തിയിട്ട് ഒരു വെഹിക്കിൾ ഇങ്ങനെ കറങ്ങിപ്പോവും, ഒരു F1 കാർ ഇങ്ങനെ കറങ്ങിപ്പോവും. 200 നാട്ടിൽ നമ്മള് ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും നമുക്കൊരു ഫാസ്റ്റ്? പിള്ളേരോടൊക്കെ പറയില്ലേ പതുക്കെ പോവാൻ. 240 കിലോമീറ്റർ സ്പീഡിലാണ് ഈ ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ശരിക്കും നമുക്ക് 100% ഓണർഷിപ്പിന് നമുക്ക് വാങ്ങാം. ഇങ്ങനെ ഇത് ഇപ്പൊ മാത്രമല്ല, ഇപ്പോ ചൂടെന്ന് പറയുന്നത് വെറും 18 ഡിഗ്രി ചൂടുള്ളൂ. 52 ഡിഗ്രി ചൂട് വരും ഇവിടെ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളില് 45 ഡിഗ്രി മുതൽ 52 ഡിഗ്രി വരെ ചൂട് വരും. ടർക്കിയിലെ ഒട്ടോമൻ എംപയർ കാലഘട്ടത്തിലെ അവരന്നുണ്ടായിരുന്ന പാലസുകളും കൊട്ടാരങ്ങളും വീടുകളും ഒക്കെ ഉണ്ടായിരുന്ന അതെ ആ സ്ട്രക്ചറിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഏതാ
ഈ റൈറ്റ് സൈഡിലുള്ളതാ ഇത് കോളേജാണ്. ഇത് മോസ്കാണ്. മോസ്ക് ഇവിടെ ഒരുപാടുണ്ട്. മോസ്ക് ഇവിടെ ഓരോ ഏരിയക്കും ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ സ്ട്രീറ്റിനും ഇല്ല, അങ്ങനെയില്ല. നമ്മുടെ നാട്ടിലെ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യാസ് ഐലൻഡിലാണ് 6 വേൾഡ് ഗിന്നസ് റെക്കോർഡുകൾ ഉള്ളത്. 13ഓളം വേൾഡ് റെക്കോർഡുകളുള്ള ഒരു ഐലൻഡാണ് യാസ് ഐലൻഡ്. ഈ യാസ് ഐലൻഡ് ഇനി എല്ലാവരും ഉറങ്ങുന്നവരൊക്കെ ഒന്ന് എണീറ്റോ? കടലാണ്. കടലിനെ ലേക്ക് ആയിട്ട് കട ഓൾറെഡി ഇത് കണക്റ്റഡ് ആണ്. അപ്പുറത്തെ സൈഡ് നമ്മൾ പോകുമ്പോൾ കടലിന്റെ ഇനി നമ്മൾ യാസ് ഐലൻഡിൽ നിന്ന് അബുദാബി സിറ്റിക്ക് എത്തണ്ടേ നമുക്ക്? അബുദാബി സിറ്റിക്ക് എത്തണമെങ്കിൽ നമ്മൾ യാസ് ഐലൻഡിൽ നിന്ന് ജുബൈൽ ഐലൻഡിൽ കയറും. ഫഹീദ് ഐലൻഡിൽ കയറും. ഫഹീദ് ഐലൻഡിൽ നിന്ന് ജുബൈൽ ഐലൻഡിൽ കയറും. ജുബൈൽ ഐലൻഡിൽ നിന്ന് സാദിയാത്ത് ഐലൻഡിൽ കയറും. സാദിയാത്ത് ഐലൻഡിൽ നിന്നാണ് നമ്മൾ ഇനി അബുദാബി മെയിൻ ലാൻഡ്. തിരിച്ച് ഏതൊരു കമ്പനിയും 19 കൂടുതൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഒരു എമിറാത്തിനെ വെക്കണം എന്നാണ്. അതിൽ ഇവരുടെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 89% എല്ലാവരും ഗ്രാജുവേറ്റഡ് ആണ്. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതൊരു വീട്ടിലും ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവരാദ്യം സ്കൂളിലേക്കാണ് പോകേണ്ടത്. സ്കൂളിൽ പോയതിന് ശേഷം മാത്രമേ ആ വീട്ടിലോട്ടുള്ള ഇപ്പൊ നമ്മുടെ നാട്ടില് റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ആ വീട്ടിലോട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ഗവൺമെന്റിന് സപ്പോർട്ട് ഉണ്ടാവത്തുള്ളൂ. ഇവിടുന്നാണ് കിട്ടും. ഇവിടുന്നാണ് കിട്ടും. പാവം പറയണേ കെട്ടിയപ്പോ മരട് എന്ത് പാപത്തിനാ ചെയ്ത തെറ്റ് പോട്ടെ. എന്നിട്ട് ഇപ്പോഴാണ് കുറ്റബോധം പോയിക്കൊണ്ടിരുന്നില്ല. പാലസ് അതാണ് എമിറേറ്റ്സ് പാലസ് ഹോട്ടലാണത്. ഈ പ്രസിഡൻഷ്യൽ പാലസ് പണിതത് 2017 2017 വരെ മറ്റുള്ള രാജ്യങ്ങളിലെ കോൺസുലേറ്റുകളെയും പ്രൈം മിനിസ്റ്ററെയും സെക്രട്ടറിമാരെയും പ്രസിഡന്റുമാരെയും ഒക്കെ ഒഫീഷ്യലി വെൽക്കം ചെയ്തു. നമ്മളിപ്പോ അബുദാബി മെയിൻ ഐലൻഡിൽ നിന്ന് മറീന ഐലൻഡിലോട്ട് നമ്മൾ പോവാണ്. ഇപ്പോ അബുദാബി ഭംഗിയുണ്ടോ കാണാൻ? അബുദാബിയുടെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെയുള്ള ബിൽഡിങ്ങുകളെല്ലാം ബില്യൺസിന്റെ ബിൽഡിങ്ങുകളാണ്. ബില്യൺസ്. ഓക്കെ, നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നേരെ നിങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു കയറുമ്പോ ഈ റൈറ്റ് സൈഡിൽ ഒരു ഗ്രീൻ പാത്ത് കണ്ടോ? പച്ച ഒരു പാത്ത് കണ്ടോ? അത് ബൈസിക്കിൾ ട്രാക്ക് ആണ്. സൈക്കിൾ ചവിട്ടാനും സൈക്കിളിൽ പോകുന്നവർക്കും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ട്രാക്ക് ആണ്. 2021 വേൾഡ് ഇന്റർനാഷണൽ ചാമ്പ്യൻ റേസ് ബൈസിക്കിൾ റേസ് സ്റ്റാർട്ട് ചെയ്തത് അബുദാബിയിലാണ്. അബുദാബി ഇപ്പൊ നെക്സ്റ്റ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് ബൈസിക്കിൾ ട്രാക്ക് ഉള്ള സിറ്റി ആവാനുള്ള പ്ലാനിലാണ് അബുദാബി. ഈ കോർണിഷ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. കോർണിഷ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫ്രഞ്ച് വേർഡാണ്. ഒരു അറബി നാട്ടില് ഒരു ഫ്രഞ്ച് വേർഡുള്ള പേരാണ് കോർണിഷിന് കൊടുത്തേക്കുന്നത്. കോർണിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ബീച്ചസ് എന്നാണ് അർത്ഥം. മനോഹരമായിട്ടുള്ള തീരം എന്നാണ് അർത്ഥം. ആ തീരത്തിന് നേരെ ഓപ്പോസിറ്റ് വരുന്നതെല്ലാം ഈ സൈഡെല്ലാം പാർക്കുകളാണ്. ഇവിടുത്തെ ബീച്ചസുകളെല്ലാം ബ്ലൂ വാട്ടർ ഇന്റാലിക്ക സിസ്റ്റം അപ്ലൈ ചെയ്ത ബീച്ചുകളാണ്. അതായത് എവറി 6 months ആ വെള്ളം നിങ്ങളൊന്ന് അടുത്തോട്ട്, നമ്മളിപ്പോ അവിടെ പോയിട്ട് ഒരു സ്ഥലത്ത് നിർത്തും,
അപ്പൊ ആ വെള്ളത്തിന്റെ അടുത്തോട്ട് നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വെരി ക്ലീൻ ആൻഡ് പ്യുവർ ആയിരിക്കും. അത് അബുദാബിയിലെ എല്ലാ ബീച്ചുകളും പ്യുവർ ആൻഡ് ക്ലീൻ ആയിരിക്കും. അലർജറ്റിക് ഉള്ളവർക്കും കുളിക്കാം അവിടെ. അതാണ് ബ്ലൂ വാട്ടറിംഗ് ഇറ്റാലിക് സിസ്റ്റം അവർ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ പബ്ലിക് ബീച്ച്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പബ്ലിക് ബീച്ച്. പബ്ലിക് ബീച്ചിൽ ഇവിടെ 2 ടൈപ്പ് ബീച്ചാണുള്ളത്. പബ്ലിക് ബീച്ചിൽ ആർക്ക് വേണമെങ്കിലും പോവാം. ഇനി ഒരു ഫാമിലി ബീച്ച്. ഇത് തൊട്ടടുത്ത് തന്നെയാണ് ഒമാൻ സലാല. അപ്പൊ അവിടെ നിന്നൊക്കെ ഫ്രൂട്ട്സ് വെജിറ്റബിൾ വരുന്നത് ഇങ്ങോട്ടേക്കാണ്. ഇവിടെ നിന്ന് ഹോൾസെയിലായിട്ട് മറ്റുള്ള ഷോപ്പുകളിലേക്കൊക്കെ, റീറ്റെയിൽ ഷോപ്പുകളിലേക്കും മറ്റുള്ള മാളികൾക്കൊക്കെ ഇവിടെ കടയിലോട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ആ റൈറ്റ് സൈഡിൽ ഇതിന്റെ ബാക്കിൽ ആ കാണുന്നത് വൈറ്റ് കളർ, ആ കാണുന്നത് ചെറിയ പാലസ്, ആ ഒരു ഇനി നിങ്ങൾ പെട്ടെന്ന് നിങ്ങളെ റൈറ്റ് സൈഡിലോട്ട് നോക്കിയേ. ഒരു പഴയ പാലസ് കണ്ടോ റൈറ്റ് സൈഡിലവിടെ? സിന്ദൂര സന്ധ്യേ